നമസ്കാരം പ്രേക്ഷകരെ, ഈ പാകിസ്ഥാന്റെ മലർന്നു കിടന്നുള്ള തുപ്പല് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. കാരണം ചാമ്പ്യൻസ് ട്രോഫിയും കഴിഞ്ഞു, ഇന്ത്യ കിരീടവും കൊണ്ടുപോയി അടുത്ത IPL-ലേക്ക് വേണ്ടി താരങ്ങൾ തയ്യാറെടുക്കുകയും ചെയ്യുകയാണ്. പക്ഷേ പാകിസ്ഥാനിലെ ഇതിഹാസ താരങ്ങൾക്ക് ഇപ്പോഴും ആ ചൊരുക്കും ചൊറിയും ഒന്നും മാറുന്നില്ല. അതിനു പിന്നാലെ ഇന്ത്യ സെമിഫൈനലിൽ കൂടി കയറിയതോടെ ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നിന്നും പുറത്തായി. അതിന്റെ എല്ലാ ചുരുക്കും കലിപ്പും പാകിസ്ഥാൻ താരങ്ങൾക്കുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അവറ്റകളുടെ കരച്ചിലേ കാണാൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. ഇപ്പോ ഇൻസമാം ഉൽ ഹക്ക് പാകിസ്ഥാന്റെ എക്കാലത്തെയും മികച്ച പ്ലെയറാണ്. അദ്ദേഹത്തിന്റെ മണ്ടത്തരമായ ചില ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹം പറയുന്നത് ഒരു കാര്യം പറയാനുണ്ട്. IPL-ലേക്ക് മറ്റ് രാജ്യങ്ങളിലുള്ള താരങ്ങളെ അയക്കുന്നത് മറ്റു രാജ്യങ്ങൾ നിർത്തണമെന്നാണ് പറയുന്നത്. ഏത് IPL-ലേക്ക്? മണ്ടത്തരം പറയല്ലേന്ന് പറയുന്നില്ല, അതല്ലേ പറയൂ. വേണ്ട. ലോക ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന IPL-ൽ മറ്റ് രാജ്യങ്ങൾ വരുന്നത് മറ്റു രാജ്യങ്ങൾ തടയണമെന്നാണ്. ആ മറ്റു രാജ്യങ്ങളിലുള്ള കളിക്കാർ പോകുന്നത് ആ രാജ്യക്കാർ തടയണം. ഇതാണ് ഇൻസമാം ഉൽ ഹക്കിന്റെ വാക്കുകൾ. ആ ബിയർ വേണേ ഒന്ന് സിപ്പ് ചെയ്തു, ആ ചമ്മലങ്ങ് മാറിക്കോട്ടെ, വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. അങ്ങോട്ടില്ലെങ്കിൽ ഇങ്ങോട്ടും വേണ്ട. അതായത് പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ PSL-ൽ ഇന്ത്യക്കാർ വരുന്നില്ല. എന്തുകൊണ്ടാണ് കാരണം? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇത് പാകിസ്ഥാൻ ഉണ്ടാക്കിയ പ്രശ്നം കാരണമാണ്. ആലോചിച്ച് നോക്കണം. ഇന്നും ആ 2008-ലെ ഭീകരാക്രമണത്തിന് ശേഷം നമുക്ക് ഒരു പാകിസ്ഥാനിലേക്ക് നമ്മൾ ഒറ്റ മത്സരം വെച്ചിട്ടില്ല. നമുക്ക് ഇന്ത്യൻ താരങ്ങൾ പാകിസ്ഥാനിലോട്ട് അയക്കുന്നത് ചുമ്മാ ഈ കപ്പലണ്ടി കച്ചവടം നടത്തുന്ന പോലെയല്ലോ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഒറ്റ കാരണം, ഒരു കാര്യമുണ്ട്. IPL-ലേക്ക് പാകിസ്ഥാനിൽ ഒരൊറ്റ താരത്തിനെ എടുക്കത്തില്ല. അത് വേറൊരു കാര്യം. നിന്ദാസനത്തിൽ നീ തന്നെ സുണ്ണാമ്പ തേച്ചാ മതി. എന്റെ അടുത്ത് പറഞ്ഞു മകനെ. ഇൻസമാം ഉൽ ഹക്കിനുള്ള മറുപടി നിങ്ങൾ പ്രേക്ഷകർ തന്നെ നൽകിക്കോളൂ.